ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ മാർക്കറ്റിനെ പിടിച്ചുകുലുക്കിയ അദാനി സ്കാം അദാനി സ്റ്റോക്കുകളിൽ വൺ ഡാമേജ് ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഹിൻഡൻബർഗിൻ്റെ ആരോപണങ്ങളെ ഒരുവിധം അതിജീവിച്ചുകൊണ്ട് കരകയറി വരികയായിരുന്ന അദാനി ഗ്രൂപ്പ് അങ്ങനെ വീണ്ടും മറ്റൊരു പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. അപ്പോൾ ഈ ആരോപണം വന്നത് അദാനിയുടെ റിന്യൂവബിൾ എനർജി ബിസിനസ്സുമായി ബന്ധപ്പെട്ടാണെങ്കിലും അല്ലെങ്കിൽ ആ ഒരു പ്രത്യേക സ്റ്റോക്കുകളിൽ ആണ് ആരോപണങ്ങളെങ്കിലും അതിൻ്റെ എഫക്റ്റ് ആ സ്റ്റോക്കുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അദാനി സ്റ്റോക്കുകളിൽ പൊതുവെ ഏതെങ്കിലും ഇത്തരത്തിലുള്ള വിവാദങ്ങളും വാർത്തകളും വരുമ്പോൾ മൊത്തത്തിൽ അദാനി സ്റ്റോക്കുകളൊക്കെ ഇടിയുന്നത് നമുക്ക് കാണാൻ കഴിയാറുണ്ട്. ഇപ്രാവശ്യം അത് അദാനി സ്റ്റോക്കുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ബാങ്കിങ് സ്റ്റോക്കുകളിലേക്കും പടർന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പല ബാങ്കുകളും വലിയ തോതിൽ അദാനി കമ്പനികൾക്ക് കടം കൊടുത്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു മൾട്ടിപ്പിൾ എഫക്റ്റാണ് നമുക്ക് ബാങ്കിങ് സ്റ്റോക്കുകളിലും കാണാൻ കഴിഞ്ഞത്. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ അദാനി സ്റ്റോക്കുകളിൽ ഏറ്റവും വലിയ ക്രാഷ് നടന്നിട്ടുള്ളത് അദാനി എൻ്റർപ്രൈസസിൽ തന്നെയാണ്. 22% ഒരു ഇടിവാണ് സംഭവിച്ചത്. അതുപോലെ അദാനി എനർജി സൊല്യൂഷനിൽ 20%, അദാനി ഗ്രീൻ എനർജിയിൽ 18%, അദാനി പോർട്ടിൽ 13%, അംബുജ സിമെൻറ്റിൽ 11%, അദാനി ടോട്ടൽ ഗ്യാസിൽ 10%, അദാനി വിൽമറിൽ 10%, അദാനി പവറിൽ 9%, ACCയിൽ 7% ഇടിവുണ്ടായി. ഒരുവിധം പിടിച്ചു നിന്ന ഒരേ ഒരു സ്റ്റോക്ക് എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് NDTV ആണ്. അതിൽ 0.66% ഒരു ഇടിവ് മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. അതൊരു മീഡിയ സെഗ്മെൻറ്റിലുള്ള ഇത്തരത്തിലുള്ള ബിസിനസ്സുമായി ഒന്നും ബന്ധപ്പെടാത്തൊരു സ്റ്റോക്ക് എന്നുള്ള നിലക്ക് പിടിച്ചു നിന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ കഴിയേണ്ടത്. ഇപ്പോൾ ഇത് കൂടാതെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പല PSU ബാങ്കുകളിലും വലിയ തകർച്ച ഉണ്ടായിട്ടുണ്ട്. PSU ഇൻഡെക്സ് 2.70% ഇന്ന് ഡൗൺ രേഖപ്പെടുത്തിയിട്ട് കാണാം. മൊത്തത്തിലുള്ള നിഫ്റ്റി ഇൻഡെക്സുകളിൽ ഏറ്റവും വലിയ ഫോൾ ഉണ്ടായിട്ടുള്ളത് PSU ബാങ്ക് ഇൻഡെക്സിലാണ്. അപ്പോൾ അവയിലെ ഇൻഡെക്സിലെ പ്രധാനപ്പെട്ട ഹെവി വെയിറ്റ് സ്റ്റോക്കുകളായിട്ടുള്ള പഞ്ചാബ് നാഷണൽ ബാങ്ക് 4% ഡൗൺ ആയി, ബാങ്ക് ഓഫ് ബറോഡ 3%-ലധികം ഡൗൺ ആണ്, കാനറ ബാങ്ക് 3%-ലധികം ഡൗൺ ആണ്, അതുപോലെ SBI 2.75% ഡൗൺ ആണ്. ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട നാഷണലൈസ്ഡ് ബാങ്കുകളൊക്കെ അദാനിക്ക് കടം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് എന്നതിൻ്റെ ആ ഒരു പ്രത്യാഘാതമാണ് നമുക്ക് ഈ ബാങ്കിങ് സ്റ്റോക്കുകളിൽ കാണാൻ കഴിഞ്ഞത്. ഇത് കൂടാതെ ചില NBFCകളിലും സർക്കാർ നിയന്ത്രണത്തിലുള്ള NBFCകളിലും ഈ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് PFC പവർ ഫിനാൻസ് കോർപ്പറേഷൻ, ഇത് പവർ രംഗത്ത് പണം കടം കൊടുക്കുന്ന ഒരു NBFC ആണ്. ഈ ഗവൺമെൻറ് നിയന്ത്രണത്തിൽ ഈ ഒരു NBFCയിൽ ഏകദേശം 4% അടുത്തുള്ള ഒരു ഇടിവാണ് ഇന്ന് സംഭവിച്ചിട്ടുള്ളത്. അതുപോലെ REC റൂറൽ മേഖലയിലെ ഇലക്ട്രിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് ഫൈനാൻസ് നൽകുന്ന ഈ കമ്പനിയിൽ ഏകദേശം 5% ഇടിവാണ് ഇന്നുണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ അദാനി സ്റ്റോക്കുകളിൽ ഹെവി ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന LICക്കും വലിയ തോതിലുള്ള ഒരു തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. 1.64% അത് ഡൗൺ ആണ്. ഇത് കൂടാതെ അദാനി സ്റ്റോക്കുകളിൽ നല്ല തോതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട് ഹൗസുകളിലും സ്വാഭാവികമായിട്ടും ഇന്ന് ഒരു ഇടിവുണ്ടാവാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ക്വാണ്ട് മ്യൂച്വൽ ഫണ്ട് പോലെയുള്ള മ്യൂച്വൽ ഫണ്ടുകൾ അദാനി എൻ്റർപ്രൈസസ്, അംബുജ സിമെൻറ്റ് പോലെയുള്ള സ്റ്റോക്കുകളിൽ ഹെവി ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനിയാണ്. അപ്പോൾ അവയെയും ഈ ഒരു അദാനി സ്കാം ബാധിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു അദാനി ബ്രൈബറിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ കേസ് അമേരിക്കയിലെ ഒരു ഡിസ്ട്രിക്ട് കോർട്ടിൻ്റെ ഫൈൻഡിങ്സ് ആണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗൗതം അദാനിയെയും അദ്ദേഹത്തിൻ്റെ നെഫ്യൂ ആയ സാഗർ അദാനിയെയും മറ്റ് 6 പേർക്കെതിരെയുമൊക്കെയാണ് വലിയൊരു ഗുരുതരമായിട്ടുള്ള ഒരു ബ്രൈബറി കുറ്റം US സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ ചുമത്തിയിരിക്കുന്നത്. അപ്പോൾ അദാനിക്കെതിരെ കോടതിയിൽ പോയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിൻ്റെ പ്രോസിക്യൂട്ടേഴ്സ് അവർ നടത്തിയിട്ടുള്ള ആരോപണ പ്രകാരം ഈ കൈക്കൂലിയുടെ കഥ ആരംഭിക്കുന്നത് 2020-21 നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ കോർട്ട് ഡോക്യുമെൻറ്റിൽ പറയുന്നത് ഈ ഛത്തീസ്ഗഡ്, തമിഴ്നാട്, ജമ്മു കാശ്മീർ, ഒഡീസ, ആന്ധ്രാപ്രദേശ് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ അവിടുത്തെ പവർ ജനറേഷൻ കമ്പനികളുമായിട്ട് ഇവർ ഒരു കോൺട്രാക്റ്റ് വിൻ ചെയ്യുന്നത് കൈക്കൂലി കൊടുത്തുകൊണ്ടാണ് എന്നാണ് ആരോപണം. അപ്പോൾ സർക്കാർ ഒഫീഷ്യലുകൾക്ക് വൻതോതിലുള്ള പണം ഓഫർ ചെയ്തിട്ടാണ് ഇവർ ഈ കോൺട്രാക്റ്റുകൾ നേടിയെടുത്തത് എന്നാണ് പ്രധാനമായ ആരോപണം. ഏകദേശം $250 മില്യൺ ഒരു ബ്രൈബറിയാണ് ഇവിടെ ആരോപിക്കപ്പെടുന്നത്. അത് ഏകദേശം 2000 കോടി രൂപയ്ക്ക് മുകളിൽ വരും എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ വലിയൊരു ക്രൈമാണ് ഇവിടെ ആരോപിച്ചിട്ടുള്ളത്. അതുകൂടാതെ ഈ US സ്റ്റോക്ക് മാർക്കറ്റിനെ മിസ്ലീഡ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഫോൾസ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റുകൾ സമർപ്പിച്ചുകൊണ്ട് ഇൻവെസ്റ്റേഴ്സിനെ വഞ്ചിക്കാൻ ശ്രമിച്ചു എന്നൊരു കേസും കൂടി ഇതിൻ്റെ കൂടെ പറയുന്നുണ്ട്. അതായത് US സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നും ബോണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ആൻറ്റി ബ്രൈബറി പ്രോഗ്രാമുകൾ അദാനിക്ക് ഉണ്ട് എന്ന രീതിയിലുള്ള ഡോക്യുമെൻറ്റുകളും USൻ്റെ ആ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഇവർ സമർപ്പിച്ചിട്ടുണ്ട്. അത് തെറ്റാണ് എന്നുള്ള, അത് ഇൻവെസ്റ്റേഴ്സിനെ വഞ്ചിക്കുകയാണ് എന്ന ഒരു ആരോപണം കൂടി ഇവിടെ ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ അദാനിയെ കൂടാതെ അദാനിയുടെ നെഫ്യൂ ആയിട്ടുള്ള സാഗർ അദാനി, അതുപോലെ
ഫോർമർ എക്സിക്യൂട്ടീവുകളായിട്ടുള്ള വിനീത് ജെയിൻ, രഞ്ജിത്ത് ഗുപ്ത, രൂപേഷ് അഗർവാൾ എന്നിവർക്കെതിരെയും ഈ ആരോപണമുണ്ട്. ഇതുകൂടാതെ സിറിൽ കവാനീസ്, അതുപോലെ സൗരഭ് അഗർവാൾ, ദീപക് മൽഹോത്ര ഇവരൊക്കെ കനേഡിയൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഫോർമറായിട്ടുള്ള എക്സിക്യൂട്ടീവ്സ് ആണ്. ഇവർക്കെതിരെയും ഈ ഒരു ഫോറിൻ കറക്റ്റ് പ്രാക്ടീസ് ആക്ടിൻ്റെ അടിസ്ഥാനത്തിൽ അലിഗേഷൻസ് വന്നിട്ടുണ്ട്. കൂടാതെ അസുർ പവർ എന്ന് പറയുന്ന ഗുരുഗാം ബേസ് ചെയ്തിട്ടുള്ള ഒരു ഇന്ത്യൻ കമ്പനിക്കെതിരെയും ഈ ആരോപണം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഈ പ്രോസിക്യൂട്ടേഴ്സ് വാദിക്കുന്നത് ഇവരെ പെർമനൻ്റായിട്ട് ബാൻ ചെയ്യണമെന്നും അതുപോലെ അമേരിക്കയിലുള്ള ഡയറക്ടേഴ്സിനെയും അതേപോലെ ഒഫീഷ്യൽസിനെയും ബന്ധപ്പെടുത്തുന്നതിൽ ഇവരെ തടയണമെന്നും അതുപോലെ ഇവർക്കെതിരെ സിവിൽ പെനാൽറ്റി ചുമത്തണമെന്നുമൊക്കെയാണ് ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യാഘാതം എന്നോണം US മാർക്കറ്റിൽ ഇവർ ഓൾറെഡി റൈസ് ചെയ്തിട്ടുള്ള $600 മില്യൺ ഒരു ബോണ്ട്, അതിൻ്റെ പ്രൈസിംഗ് ഒക്കെ നടന്നുകൊണ്ട് മാർക്കറ്റിൽ ഇറക്കിയ ഒരു ബോണ്ടായിരുന്നു. അതിനെ ഇവർ മൊത്തത്തിൽ ക്യാൻസൽ ചെയ്തുകൊണ്ട് അതിനെ വിഡ്രോ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത് വലിയൊരു തിരിച്ചടിയാണ് അദാനി സ്റ്റോക്കുകളിലും അല്ലെങ്കിൽ അദാനി കമ്പനിക്കും വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ഒരു അദാനി ക്രാഷിൽ പക്ഷേ ചില ഇൻഡെക്സുകൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ പിടിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതിലൊന്ന് നിഫ്റ്റി IT ഇൻഡെക്സ് ആണ്. അപ്പോൾ IT ഇൻഡെക്സ് ഇന്ന് പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു IT ഇൻഡെക്സിൽ ഉൾപ്പെടുന്ന കോഫോർജ് എന്ന് പറയുന്ന സ്റ്റോക്ക് നമുക്ക് കാണാൻ കഴിയും. അത് നല്ല രീതിയിൽ ഒരു മുന്നേറ്റം ഇന്ന് നടത്തിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇതേപോലെ നിഫ്റ്റി റിയാലിറ്റി സെഗ്മെൻറ്റിൽ നല്ല മുന്നേറ്റം നടന്നിട്ടുണ്ട്. അവിടെ പ്രസ്റ്റീജ് എസ്റ്റേറ്റ് എന്ന് പറയുന്ന സ്റ്റോക്കിലാണ് ഇന്നും നല്ല റാലി നടന്നിട്ടുള്ളത്. ഏകദേശം 3% ഒരു അപ്സൈഡ് മൂവ് നടന്നു. അപ്പോൾ അതിൽ കഴിഞ്ഞ ആഴ്ച തുടർന്നുകൊണ്ടിരിക്കുന്ന ആ റാലി ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഇൻഡെക്സ് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തത് നിഫ്റ്റി പ്രൈവറ്റ് ബാങ്ക് ഇൻഡെക്സ് ആണ്. അവിടെ നമുക്ക് കാണാൻ കഴിയും ഒരുവിധം എല്ലാ പ്രൈവറ്റ് ബാങ്കുകളും പോസിറ്റീവിൽ ക്ലോസ് ചെയ്തിരുന്നു. IDFC ഫസ്റ്റ് ബാങ്ക് അതുപോലെ ഇൻഡസ്ഇൻഡ് ബാങ്ക് പോലെയുള്ള സ്റ്റോക്കുകൾ മാത്രമാണ് ഡൗണിലായത്. ഇവിടെ ഏറ്റവും വലിയ മുന്നേറ്റം നടത്തിയത് ഫെഡറൽ ബാങ്കാണെന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ അദാനിയുടെ ഈ ഒരു വാർത്ത ഇല്ലായിരുന്നുവെങ്കിൽ ഇന്നത്തെ മാർക്കറ്റ് ഇത്രമാത്രം താഴോട്ട് പോകുകയില്ലായിരുന്നു എന്ന് നമുക്ക് വ്യക്തമാണ്. കാരണം അദാനി എൻ്റർപ്രൈസസ്, അദാനി സ്റ്റോക്കുകൾക്കൊക്കെ നിഫ്റ്റിയിലുള്ള വെയിറ്റേജും അതുപോലെ അദാനിയുമായി ബന്ധപ്പെടുന്ന ബാങ്കുകൾക്കുള്ള വെയിറ്റേജും ഒക്കെയാണ് ഈ ഒരു തകർച്ചയ്ക്ക് കാരണമായിട്ടുള്ളത്. ഏതായാലും അദാനി ഇപ്പോഴത്തെ ഈ ഒരു പ്രതിസന്ധി ഏത് രീതിയിൽ അതിജീവിക്കും എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം. കാരണം ഇത് വലിയ തോതിലുള്ള പൊളിറ്റിക്കൽ പ്രത്യാഘാതങ്ങൾ ഇന്ത്യയിൽ സൃഷ്ടിക്കുന്ന ഒരു ആരോപണമാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു എഫക്റ്റ് അടുത്ത ദിവസങ്ങളിലൊക്കെ പൊളിറ്റിക്കൽ സിനാരിയോയിൽ നമുക്ക് ചിലപ്പോൾ കാണാൻ കഴിഞ്ഞെന്ന് വരാം. അപ്പോൾ പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോഴത്തെ ഈ ഒരു മാർക്കറ്റ് ക്രാഷിലും ധാരാളം സ്റ്റോക്കുകൾ അതിൻ്റെ 52 വീക്ക് ലോയോട് അടുത്ത് നിൽക്കുന്നുണ്ട്. അതുപോലെ നല്ല ബൈങ് റേഞ്ചിൽ പല സ്റ്റോക്കുകളും അവൈലബിൾ ആണ്. അപ്പോൾ അത്തരത്തിലുള്ള സ്റ്റോക്കുകളെ തിരയുന്ന ഒരു ജോലിയായിരിക്കണം ഇൻവെസ്റ്റേഴ്സ് ഇപ്പോൾ പുലർത്തേണ്ടത്. എന്നാൽ മാർക്കറ്റിനെ നമ്മൾ നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കുക. വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് പ്രത്യേകിച്ച് സെല്ല് ചെയ്യാനോ ബൈ ചെയ്യാനോ പോകാതെയുള്ള ഒരു ന്യൂട്രൽ പൊസിഷനിൽ നിൽക്കുന്നതായിരിക്കും ഇപ്പോഴത്തെ ഈ ഒരു മാർക്കറ്റിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു കാര്യം എന്ന് തോന്നുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.